പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 4ലെ പേജ് നമ്പർ 93ലെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 9th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. എ സർവേ ഓഫ് 120 സ്കൂൾ സ്റ്റുഡൻസ് വാസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ആക്ടിവിറ്റി ദേ പ്രിഫർ ടു ഡു ഇൻ ദർ ഫ്രീ ടൈം. അപ്പോൾ 120 സ്കൂൾ സ്റ്റുഡൻസ് കണ്ടക്റ്റ് ചെയ്ത ഒരു സർവേ ആണ്. അവരുടെ ഫ്രീ ടൈമിൽ അവർ പ്രിഫർ ചെയ്യുന്ന ആക്ടിവിറ്റി ഏതാണ് എന്നുള്ളത്. അപ്പോൾ നോക്കിയാൽ പ്ലേയിങ്, റീഡിങ്, സ്റ്റോറി ബുക്സ്, വാച്ചിങ് ടി വി, ലിസണിങ് ടു മ്യൂസിക്, പെയിൻറ്റിങ്, ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ്. ഇത് ഓരോരുത്തരും പ്രിഫർ ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. പ്ലേയിങ് പ്രിഫർ ചെയ്യുന്ന 45 സ്റ്റുഡൻസ് ഉണ്ട്, റീഡിങ് 30 സ്റ്റുഡൻസ്, വാച്ചിങ് ടി വി 20 സ്റ്റുഡൻസ്, ലിസണിങ് ടു മ്യൂസിക് 10 സ്റ്റുഡൻസ്, പെയിൻറ്റിങ് 15 സ്റ്റുഡൻസ്. ഇങ്ങനെ നമുക്ക് ഫ്രീക്വൻസീസും നമുക്ക് തന്നിട്ടുണ്ട്. ഡ്രോ എ ബാർ ഗ്രാഫ് ടു ഇല്ലുസ്ട്രേറ്റ് ദി അബവ് ഡേറ്റ ടേക്കിംഗ് ദ സ്കെയിൽ ഓഫ് 1 യൂണിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു 5 സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മളോട് ഇവിടെ ഒരു ബാർ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഡേറ്റ വെച്ചിട്ട്. അപ്പോൾ നമ്മൾക്ക് സ്കെയിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണ്? 1 യൂണിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു 5 സ്റ്റുഡൻസ്. അപ്പോൾ ഒരു യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 5 സ്റ്റുഡൻസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. വിച്ച് ആക്ടിവിറ്റി ഈസ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് സ്റ്റുഡൻസ് അതർ ദാൻ പ്ലേയിങ്. പ്ലേയിങ്ങിനെക്കാട്ടിൽ കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത് ഏത് ആക്ടിവിറ്റി ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ബാർ ഗ്രാഫ് വരയ്ക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ബാർ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും നമ്മളിവിടെ വരയ്ക്കണം. ഒരു വെർട്ടിക്കൽ ലൈനും വരച്ചു. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇനി അടുത്തത് നമ്മൾ സ്കെയിൽ എഴുതണം അല്ലേ? അപ്പോൾ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 5 സ്റ്റുഡൻസ്. അത് നമ്മളിവിടെ എഴുതണം. ഓക്കെ. ഇനി നമ്മൾ ഈ 1 യൂണിറ്റ് 5 വെച്ചാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ താഴെ എന്താ എടുക്കുന്നത്? പ്രിഫേർഡ് ആക്ടിവിറ്റി ആണ് ഹൊറിസോണ്ടൽ ലൈനിൽ എടുക്കുന്നത്. പ്രിഫേർഡ് ആക്ടിവിറ്റി. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് ഇത്രയും നിങ്ങൾ എഴുതുക, സ്കെയിൽ എഴുതുക. ഇനി ഓരോ യൂണിറ്റും 5 വെച്ചാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 5, 10, 15, 20, 25, 30. എത്ര വരെയാണ് നമുക്കുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. 45 വരെയാണുള്ളത്. അപ്പോൾ 45 വരെ ഇവിടെ മാർക്ക് ചെയ്യുക. 35, 40, 45. ഇനി നമുക്കറിയാം നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ബാറുകൾക്ക് യൂണിഫോം വിഡ്ത്തായിരിക്കണം. ബാറുകൾ തമ്മിൽ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു യൂണിറ്റ് വിട്ടിട്ട് ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ബാർ വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാറ് നമുക്ക് പ്ലേയിങ് ആണ്. അപ്പോൾ ഇവിടെ പ്ലേയിങ്ങെന്ന് നിങ്ങൾ താഴെ എഴുതുക. പ്ലേയിങ് എത്രയാണ്? 45. അപ്പോൾ 45 വരുന്നിടത്ത് നിങ്ങളിവിടെ നമ്മൾ ഈ മാർക്ക് ചെയ്ത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് നിങ്ങളൊരു ബാർ വരയ്ക്കുക. ഓക്കെ. 45 നിന്ന് ഇവിടുന്ന്. അപ്പോൾ ഫസ്റ്റ് വന്ന് പ്ലേയിങ്ങിൻ്റെ നമ്മൾ വരച്ചു. ഇനി അടുത്തത് എന്താണ്? അടുത്തതും വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ ഇവിടെ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് ഒരു യൂണിറ്റ് ആണ് വിട്ടത്. അപ്പോൾ അടുത്ത ഒരു യൂണിറ്റ് വിട്ടിട്ട് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്തത് റീഡിങ് സ്റ്റോറി ബുക്സ് ആണ്. അപ്പോൾ ഇവിടെ റീഡിങ് എന്ന് എഴുതുക. റീഡിങ് എത്രയായിരുന്നു? 30. അപ്പോൾ 30ന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ബാറ് നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ 30 ഇവിടെയാണ്. ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നിങ്ങൾ സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് ബാർ വരയ്ക്കുക. നമ്മുടെ അടുത്ത ബാറ് നമുക്ക് റെഡിയായി. ഇനി അടുത്ത സെയിം ഡിസ്റ്റൻസ് വിട്ടിട്ട് അടുത്ത യൂണിറ്റ് നമ്മൾ എടുക്കുന്നു. അടുത്തത് വാച്ചിങ് ടി വി ആണ്. അപ്പോൾ അത് നിങ്ങളിവിടെ എഴുതുക. അതെത്രയാണ്? 20. അപ്പോൾ 20 ഇവിടെയാണ്. ഇവിടുന്ന് നിങ്ങൾ സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് ഒരു ബാർ വരയ്ക്കുക. ഓക്കെ. ഇനി അടുത്തത് സെയിം ഡിസ്റ്റൻസ് ഇവിടെ വിട്ടിട്ട് ഇവിടെ അടുത്ത എന്താണ്? ലിസണിങ് ടു മ്യൂസിക്. അതെത്രയാണ്? 10. ഇനി അടുത്തത് നമ്മൾ ഒരു യൂണിറ്റ് വിട്ടിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അടുത്തത് പെയിൻറ്റിങ് ആണ്. അതിവിടെ എഴുതുക. പെയിൻറ്റിങ്
പെയിൻറ്റിങ് നമുക്ക് 15 ആണ്. അപ്പോൾ 15 വരുന്നിടത്ത് നിങ്ങൾ അടുത്ത ബാർ വരയ്ക്കുക. 15 ദാ ഇവിടെയാണ്, ദാ ഇവിടുന്ന് അടുത്ത ബാർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാർ ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞു. അപ്പോൾ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കുക. എന്നിട്ട് ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മുടെ ആക്ടിവിറ്റി എഴുതുന്നു, വെർട്ടിക്കൽ ലൈനിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതുന്നു. അടുത്തത് ബാറിൻ്റെ സ്കെയിൽ എഴുതുക റൈറ്റ് സൈഡിൽ മുകളിലായിട്ട്. എന്നിട്ട് നിങ്ങൾ എത്രയാണോ സ്കെയിൽ എടുത്തത് അതനുസരിച്ച് നിങ്ങൾ വെർട്ടിക്കൽ ലൈനിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓരോന്നും എത്രയാണെന്ന് നോക്കി കറക്റ്റായിട്ട് ബാർ വരയ്ക്കുക. ബാർ വരയ്ക്കുമ്പോൾ ബാറുകൾ യൂണിഫോം വിഡ്ത്തിലായിരിക്കണം, ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മളോട് പ്ലേയിങ്ങിനെ കാട്ടിൽ ഏത് ആക്ടിവിറ്റിയാണ് കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്തതെന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇതാ നോക്കിയേ, ഇതാണ് പ്ലേയിങ് അല്ലേ. പ്ലേയിങ് കഴിഞ്ഞിട്ട് അടുത്ത ലെങ്ത് കൂടുതലുള്ള ബാർ ഏതാണ്? റീഡിംഗ് ആണ്. അപ്പോൾ എന്താണ്? റീഡിംഗ് സ്റ്റോറി ബുക്സ് ഈസ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് സ്റ്റുഡൻസ് അതർ ദാൻ പ്ലേയിങ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ നമുക്ക് എന്തെഴുതാം? റീഡിംഗ് സ്റ്റോറി ബുക്സ്.